പ്രിയമുള്ളവരെ, ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു മാസമാണ്. ഫാത്തിമ സന്ദർശനങ്ങളിലെ 6 മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ സൂര്യാത്ഭുതം ദ മിറാക്കിൾ ഓഫ് ദ സൺ സംഭവിച്ചിട്ട് ഒക്ടോബർ 13-ന് 108 വർഷങ്ങൾ പൂർത്തിയായി. ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് 1917 ഒക്ടോബർ 13-ന് നടന്ന സൂര്യാത്ഭുതത്തോടെയാണ്. അതിനെക്കുറിച്ച് സിസ്റ്റർ ലൂസി വിവരിക്കുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടിയിരിക്കുന്നു. അന്ന് പ്രഭാതം മുഴുവൻ ശക്തമായ മഴയായിരുന്നു. ആളുകളുടെ ശരീരം മുഴുവൻ നനഞ്ഞിരുന്നു. ഉച്ച കഴിഞ്ഞ ഉടനെ പൊടുന്നനെ സൂര്യൻ അഗ്നിഗോളമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾ മുട്ടുകുത്തി പാപങ്ങൾക്ക് പൊറുതി യാചിച്ചു. അന്ധരായ പലർക്കും കാഴ്ച തിരിച്ചു കിട്ടി. തളർവാദ രോഗികൾ ഏറ്റുനടന്നു. ആളുകളുടെ വസ്ത്രങ്ങളെല്ലാം ഞൊടിയിടയിൽ ഉണങ്ങി. ഏകദേശം 70,000 ജനങ്ങളാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചത്. 1917 ഒക്ടോബർ 13-ന് ഇടയ കുട്ടികളായ ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നിവരാണ് ഈ സൂര്യാത്ഭുതം ആദ്യം ദർശിച്ചത്. ഈ സൂര്യാത്ഭുതം സംഭവിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയവും ലൂസിയും തമ്മിൽ ഒരു സംഭാഷണം നടന്നിരുന്നു. ലൂസി, ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ മറിയം, എൻ്റെ ബഹുമാനാർത്ഥം ഇവിടെ ഒരു ചാപ്പൽ പണിയണം. ഞാൻ ജപമാലനാഥയാണ്. എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നത് തുടരുക. യുദ്ധം അവസാനിക്കാറായി. അതുപോലെ പട്ടാളക്കാർക്ക് ഉടനെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകും. ലൂസി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിനക്ക് ചില രോഗികളെ സുഖപ്പെടുത്തുവാനും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും കഴിയുമോ? പരിശുദ്ധ മറിയം, ചിലരെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയും. അവർ അവരുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുകയും പാപങ്ങൾക്ക് പൊറുതി അപേക്ഷിക്കുകയും വേണം. ദുഃഖിതയായ അവൾ കൂട്ടിച്ചേർത്തു, അവർ നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കട്ടെ. കാരണം അവൻ ഇതിനകം വളരെ അസ്വസ്ഥനാണ്. പരിശുദ്ധ കന്യകാമറിയം ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ 3 രംഗങ്ങൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ജപമാലയുടെ സന്തോഷകരമായ രഹസ്യങ്ങൾ, പിന്നീട് ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ. ഈ സൂര്യാത്ഭുതത്തിന് 3 ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ലൂസി മാത്രമാണ് 3 ദൃശ്യങ്ങൾ ദർശിച്ചത്. ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും ആദ്യത്തെ ദൃശ്യം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഒന്നാമത്തെ ദൃശ്യത്തിൽ വിശുദ്ധ യൗസപിതാവ് സൂര്യന് സമീപം ഉണ്ണീശോയും ജപമാല റാണിയുമായി വന്നു നിന്നു. തിരുക്കുടുംബമായിരുന്നു ദൃശ്യത്തിൽ. വെള്ളയും നീലയും കലർന്ന മേലങ്കിയാണ് പരിശുദ്ധ കന്യകാമറിയം അണിഞ്ഞിരുന്നത്. വിശുദ്ധ യൗസപിതാവ് വെള്ള വസ്ത്രവും ഉണ്ണീശോ ഇളം ചുവപ്പ് വസ്ത്രവും അണിഞ്ഞിരുന്നു. തടിച്ചുകൂടിയ ജനസമൂഹത്തെ വിശുദ്ധ യൗസേപ്പ് കുരിശടയാളത്താൽ 3 പ്രാവശ്യം ആശീർവദിച്ചു. ഉണ്ണീശോയും അപ്രകാരം തന്നെ ചെയ്തു. രണ്ടാമത്തെ ദൃശ്യത്തിൽ വ്യാകുല മാതാവിൻ്റെ ദൃശ്യമാണ് ലൂസി കണ്ടത്. അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറിയിരിക്കുന്നതും കാൽവരിയിലേക്കുള്ള ഈശോയുടെ യാത്ര കണ്ട് അതീവ വേദന അനുഭവിക്കുന്ന മറിയത്തെയും ലൂസി ദർശിച്ചു. ഈശോ കുരിശിൻ്റെ മുദ്രയാൽ ജനസമൂഹത്തെ ആശീർവദിച്ചിരുന്നു. ഈശോയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ലൂസിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. മൂന്നാമത്തെ ദൃശ്യത്തിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട കർമ്മല മാതാവിനെയാണ് ലൂസി കണ്ടത്. കർമ്മലനാഥ തൻ്റെ ഹൃദയത്തോട് ഉണ്ണീശോയെ ചേർത്ത് പിടിച്ചിരുന്നു. ഈ സൂര്യാത്ഭുതം സംഭവിക്കുമ്പോൾ 70,000 ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മറിയം അവളുടെ കൈകൾ തുറന്ന് അവയിൽ നിന്ന് പ്രകാശം സൂര്യനിലേക്ക് പ്രവഹിച്ചു. ലൂസി എഴുന്നേൽക്കാൻ പരിശ്രമിക്കുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആധിക്യത്താൽ ഭയപ്പെട്ട് അവൾ വിളിച്ചു പറഞ്ഞു, സൂര്യനിലേക്ക് നോക്കുക. പെട്ടെന്ന് മഴ പെയ്യുന്നത് നിർത്തി. മേഘങ്ങൾ നടുവെ വിഭജിച്ചു. സൂര്യരശ്മികൾ ദൃശ്യമാവുകയും ചെയ്തു. പെട്ടെന്ന്
സൂര്യൻ അതിശക്തമായ വേഗതയിൽ ഒരു തീഗോളമായി സ്വയം കറങ്ങി. മഞ്ഞ, പച്ച, ചുവപ്പ്, നീല, വയലറ്റ് എന്നീ നിറങ്ങളിൽ രശ്മികൾ അവയിൽ നിന്ന് പുറപ്പെട്ടു. രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ആദ്യത്തേതിലും വർണ്ണാഭമായി സൂര്യൻ നൃത്തം ചെയ്തു. സൂര്യന്റെ ഒരു ഭാഗം സ്വയം അകന്നുമാറി ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനക്കൂട്ടത്തിലേക്ക് വീഴുന്നതായി ദർശിച്ചു. 70,000-ഓളം വരുന്ന ജനാവലി ഭയപ്പെട്ട് ദൈവകരുണയ്ക്കായി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. 10 മിനിറ്റിനു ശേഷം സൂര്യൻ തനിയെ നിന്നു അതിൻ്റെ പൂർവ്വസ്ഥിതിയിലായി. വർഷങ്ങൾ നീണ്ട സൂക്ഷ്മവും ഉത്തരവാദിത്വപൂർണവുമായ പരിശോധനകൾക്ക് ശേഷം ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങൾ 1930 ഒക്ടോബർ 13 കത്തോലിക്ക സഭ അംഗീകരിച്ചു. 1981 ഗുരുതരമായ കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്റെ സംരക്ഷണത്തിന് കാരണം ഫാത്തിമ മാതാവാണെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞു. 1982 മെയ് 13 മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ചപ്പോൾ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപത്തിലെ കിരീടത്തിൽ തന്റെ ശരീരത്തിലേറ്റ വെടിയുണ്ട ഉപകാരസ്മരണയായി അണിയിച്ചു. ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങളുടെ 100ാം വാർഷികത്തിൽ 2017 ഫ്രാൻസിസ് പാപ്പ സ്പാനിഷ് ഫ്ലൂ എന്ന പകർച്ചവ്യാധിയിൽ മരണമടഞ്ഞ സഹോദരങ്ങളായ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അവരെ ഇക്കാലഘട്ടത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ മോഡലുകളായാണ് പാപ്പ വിശേഷിപ്പിച്ചത്. ഈ ഒക്ടോബർ മാസത്തിൽ ഫാത്തിമ ജപം ഭക്തിയോടെ നമുക്ക് ജപിക്കാം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ.